അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ 300 പേർ പനാമയിലെ ഒരു ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അവർ സഹായത്തിനായി യാചിച്ചു കഴിയുന്നു. അവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പനാമയിലെ ഒരു ഹോട്ടലിൽ തടവിലാക്കിയിരിക്കുകയാണ്. അവരെ ഉടൻ നാടുകടത്താൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ആളുകളെ സൈനിക വിമാനങ്ങളിൽ ബലമായി നാടുകടത്തുകയും കൈകൾ വിലങ്ങിട്ട് ചങ്ങലയിൽ ബന്ധിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുവരെ 3 വിമാനങ്ങളിലായാണ് അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. അയക്കുന്ന സമയത്ത് കൈയും കാലും വിലങ്ങ് വെച്ച് ബന്ധിച്ചെന്നും ബാത്റൂമിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. ഇന്ത്യക്കാരെ മാത്രമല്ല, ബ്രസീൽ, കൊളംബിയ, മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും നാടുകടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 18,000 ഇന്ത്യക്കാരെ ഉടൻ നാടുകടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ നിർബന്ധിതമായി നാടുകടത്താൻ അമേരിക്ക പുതിയൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തങ്ങളുടെ രാജ്യത്തോട് ചേർന്നുള്ള രാജ്യമായ പനാമയിൽ ഈ പ്രവർത്തനം നടത്താൻ അമേരിക്ക തീരുമാനിച്ചു. ഇതിന്റെ മുഴുവൻ ചെലവും അമേരിക്ക വഹിക്കുമെന്നും പ്രഖ്യാപിച്ചു. പനാമ വഴി കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള പദ്ധതി അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇറാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 300ഓളം പേരെ അമേരിക്കയിൽ അനധികൃതമായി താമസിച്ചിരുന്ന പനാമയിലെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. 300 പേരെയും മെഡിക്കൽ സൗകര്യങ്ങളും ഭക്ഷണവുമുള്ള ഹോട്ടലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവരെല്ലാം കരഞ്ഞ് നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരാണ്. അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ക്രമീകരിക്കുന്നതുവരെ ഹോട്ടലിൽ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കില്ലെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു. വെല്ലുവിളി എന്തെന്നാൽ ഈ കുടിയേറ്റക്കാരിൽ 40% പേരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സ്വമേധയാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലർ ഹോട്ടൽ മുറിയുടെ ജനാലകളിൽ നിന്ന് സഹായത്തിനായി നിലവിളിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യങ്ങളിൽ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരാശയോടെ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ചില രാജ്യങ്ങളിലേക്ക് വ്യക്തികളെ നേരിട്ട് നാടുകടത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം നാടുകടത്തപ്പെടുന്നവർക്കുള്ള ഒരു ട്രാൻസിറ്റ് രാജ്യമായി അമേരിക്ക പനാമയെ ഉപയോഗിക്കുകയാണ്. ബുധനാഴ്ച കോസ്റ്റാറിക്കയും നാടുകടത്തപ്പെട്ടവരെ സ്വീകരിക്കുന്ന സമാനമായ 3ാം രാജ്യമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നാടുകടത്തപ്പെട്ട 299 പേരിൽ 171 പേരെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും UN തടഞ്ഞുവച്ചിട്ടുണ്ട്. അഭയാർത്ഥി സംഘടനയുടെ സഹായത്തോടെ അവർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും ശേഷിക്കുന്ന 128 കുടിയേറ്റക്കാരുടെ കാര്യം ഇപ്പോഴും പരിഗണനയിലാണ്. 3ാം രാജ്യങ്ങളിൽ അവർക്ക് ബദൽ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. നാടുകടത്തപ്പെട്ടവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ചിലർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ വിസമ്മതിക്കുകയും ഡാരിയൻ പ്രവിശ്യയിലെ ഒരു വിദൂര സ്ഥലത്ത് താൽക്കാലികമായി തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്നു. നാടുകടത്തപ്പെടുന്നവർക്ക് ഒരു പാലമായി പ്രവർത്തിക്കാൻ പനാമ സർക്കാർ അടുത്തിടെ സമ്മതിച്ചിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ എല്ലാ ചെലവുകളും അമേരിക്ക വഹിക്കുമെന്നും അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ കരാർ പ്രഖ്യാപിച്ചു. പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ ഭീഷണികളിൽ നിന്ന് പനാമ പ്രസിഡന്റ് ജോസ് റൗൾ മുലീനോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് നാടുകടത്തപ്പെട്ടവർക്ക് ഒരു പാലമായി പനാമ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു.